ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ മിൽക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പോകാം കേട്ടോ. അടിപൊളി ഒരു ഐറ്റമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ വേറെ നല്ല നമ്മളെ ഗുലാബ് ജാമുനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ബ്രെഡ് അല്ലാതെ നമുക്ക് പാൽപ്പൊടി വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നിനും ടേസ്റ്റും വേറെ രീതിയിലായിരിക്കും മാത്രം. എന്തായാലും നമ്മളിതാ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്ത ശേഷം അതിലേക്കല്ല നമ്മൾ അതിൽ 4 ബ്രൗൺ കളറിലുണ്ടല്ലോ, അത് നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം കേട്ടോ. അത് വേണ്ട, നമ്മൾ നടുഭാഗത്തെ വൈറ്റ് കഷ്ണങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളത് അങ്ങനെ മുറിച്ച് മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാം കേട്ടോ. നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ തണുത്ത പാലോടോ. അപ്പോൾ ഞാനിവിടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പാൽ ഉപയോഗിച്ചതൊന്ന് കുഴച്ച് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ടിത് കുഴയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒട്ടുകയാണെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ റെസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് തന്നെ നമുക്കിതിൽ പഞ്ചസാര ലൈൻ ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര ലൈൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 2 കപ്പ് പഞ്ചസാരയിലേക്ക് ഈ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഫ്ലെയിം കത്തിക്കുകയാണെങ്കിൽ നമ്മൾ 10 മിനിറ്റ് നേരം തിളപ്പിച്ച ശേഷം കുറച്ച് ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നമ്മളൊരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് പഞ്ചസാര അതിന് നമ്മൾ റെഡിയാകും. അപ്പോൾ നമുക്കത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പറഞ്ഞാൽ ഒരു 6-7 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഏലക്കായുടെ സ്മെല്ല് കുറച്ചധികം ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഏലക്കായ പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ നേരിട്ട് പൊടിച്ച് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് നേരിട്ട് പൊടിച്ച് ചേർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേർത്ത ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം 10 മിനിറ്റ് കൂടുതൽ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് 5 മിനിറ്റിൽ ചെറിയ ഫ്ലെയിമിൽ കൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ആ മാവ് നമ്മൾ ഉരുളേക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലൊന്ന് ഉരുളകളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുളകളാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കയ്യിൽ ഒട്ടുകയാണെങ്കിൽ ചെറിയൊരു കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ കയ്യിൽ തേച്ച ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ഉരുളകളാക്കി മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ പഞ്ചസാര ലൈന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ച ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പഞ്ചസാര ലൈനെ അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണുക്കട്ടെ. അപ്പോഴേക്ക് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അതായത് ബ്രെഡ് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ബ്രെഡ് ഉരുളകളാക്കി വെച്ചതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ബ്രൗൺ കളർ ആവണ രീതിയിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്ത ശേഷം നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വറുത്തെടുത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് എല്ലാം അങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നും വറുത്തെടുക്കുമ്പോൾ പഞ്ചസാരയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. മൊത്തത്തിൽ വറുത്തെടുത്ത് കോരിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതും കൂടിയും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് ബ്രൗൺ കളറായെന്ന് കോരിയെടുത്ത ശേഷം നമുക്ക് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ മൊത്തത്തിൽ വറുത്തെടുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ പഞ്ചസാര ലായനി അവിടെ തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൊത്തത്തിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യണത്. നല്ല ഏലക്കായുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഏകദേശം നമ്മളൊരു 1-2 മണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അത്രയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മധുരം പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിതൊരു 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മളതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനേറെ നല്ല ടേസ്റ്റ് പാൽപ്പൊടി ഉണ്ടാക്കുമ്പോഴും കിട്ടും കേട്ടോ. അതിൻ്റെ ആ പാൽപ്പൊടിയുടെ മണം ഇതൊക്കെ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ബ്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ടോ മൈദപ്പൊടി വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. നല്ല ആ ഒരു പഞ്ചസാര ലൈനി കിടന്ന ശേഷം നമ്മളത് മുറിച്ചെടുക്കുമ്പോൾ നല്ലൊരു മയത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.